കൃഷി പ്രധാന തൊഴിലായ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്ന മുഖ്യ ഘടകങ്ങളിലൊന്നാണ് കന്നുകാലി വളർത്തൽ. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന പാലിൻ്റെ ആവശ്യകതയും ഈ മേഖലയിലുള്ള സഹായ പദ്ധതികളുടെ ബാഹുല്യവും ഒട്ടനവധി പേരെ ഈ രംഗത്തേക്ക് ആകർഷിക്കുവാൻ കാരണമായിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരു പശു എന്ന സങ്കല്പത്തിൽ നിന്ന് മാറി 5 10 അതിലധികമോ പശുക്കളെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്ന സമീപനം പൊതുവിൽ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു മാറ്റമാണ്. മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളുടെയും യന്ത്രവൽക്കരണത്തിൻ്റെയും സഹായത്താൽ ജോലിഭാരം കുറച്ചുകൊണ്ട് ഏറ്റവും നല്ല പശുക്കൾക്ക് നല്ല പരിചരണം നൽകി പരമാവധി ഉൽപ്പാദനം നേടിയെടുക്കുക എന്നതാണ് ഇവർ ലക്ഷ്യമിടുന്നത്. വർദ്ധിച്ചുവരുന്ന തീറ്റച്ചെലവ്, ജോലിക്കാരുടെ അഭാവം, കുറഞ്ഞുവരുന്ന കൃഷിഭൂമി, വിപണനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നീ വെല്ലുവിളികൾക്കിടയിലും ഒട്ടനവധി ക്ഷീരകർഷകർ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ഈ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ നൂതന ശാസ്ത്രീയ പരിപാലന രീതികളിലൂടെ പരമാവധി ഉൽപ്പാദനം നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ്. എപ്പോഴും ഒരു ചെറിയ പുക കൊടുക്കുന്നത് നല്ലതാണ്. അധികമാകരുത്, പശുവിന് ശ്വാസം മുട്ടുന്ന രീതിയിൽ ആക്കിക്കളയരുത്. ചെറിയ രീതിയിൽ അത് ശകലം കുമിഞ്ചാനിടുന്നത് ഈച്ച, കൊതുക് ഒന്നും ശല്യം ചെയ്യാതെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ഈ കുമിഞ്ചാൻ പോയിക്കുന്നതുകൊണ്ട് ഒരുപാട് നല്ല കാര്യമുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ശകലം കുമിഞ്ചാൻ. ഇപ്പോൾ നമ്മൾ 2 തൊണ്ട് 2 ചിരട്ട എല്ലാം വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 2 കുമിഞ്ചാൻ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് ഇതിനകത്ത് നിൽക്കും, ഈച്ച ശല്യം ഉണ്ടാകത്തില്ല. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പുകയുടെ സംവിധാനം നമ്മൾ ചെയ്തേക്കുന്നത്. എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരവും ഇത് ഉണ്ടാവും. പിന്നെ ഇവിടെ വരുന്ന വേസ്റ്റ് വൈകുന്നേര ടൈമിന് ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പുല്ലൂടെല്ലാം തൂത്ത് വൃത്തിയാക്കുന്ന വേസ്റ്റിനെ കൂടി ഇതിനകത്തോട്ട് അങ്ങോട്ട് കൊടുക്കും. 2 തൊണ്ടും വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും. അത് മൊത്തം എരിഞ്ഞ് തീരും. അപ്പോൾ വേസ്റ്റ് നമുക്ക് വെറുതെ ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ ഇവിടെ ഇട്ട് കുറ്റീച്ച ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് അന്നന്ന് നമുക്ക് പോയിച്ചങ്ങ് പോകും. അത് പുകയും നല്ലതാണ്, പശുവിന് പുക നല്ലതാണ് ഒരു പരിധി വരെ. ഓവറായി കഴിഞ്ഞാൽ ശ്വാസം മുട്ടുണ്ടാക്കും, ചുമയിൽ വരും. അങ്ങനെ ലൈറ്റായിട്ട് ഉള്ള ഒരു പുക കൊടുക്കുക. പിന്നെ അതുപോലെ ഈ ഫാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പുറത്ത് നിന്നുള്ള കാറ്റ് അകത്തേക്ക് അടിക്കാനാണ്. അപ്പോൾ ഇതിനകത്തുള്ള ആ കാറ്റുകളെ തങ്ങി നിൽക്കുന്നതിനെ അടിച്ച് പുറത്തേക്കും കളയും. അപ്പം ഫ്രഷ് എയർ എപ്പോഴും കയറിക്കൊണ്ടേയിരിക്കും, ശുദ്ധവായു നമുക്ക് യഥേഷ്ടം കിട്ടും. നല്ല പശുക്കളെ തിരഞ്ഞെടുക്കുക എന്നതാണ് ക്ഷീരോത്പാദന മേഖലയിലെ മുഖ്യ കടമ്പ. കേരളത്തിൽ ഇന്ന് നിലവിലുള്ള കന്നുകാലികളിൽ 3/4%-ലധികവും സങ്കര ഇനത്തിൽപ്പെട്ടവയാണ്. കേരളത്തിൻ്റെ തനത് നാടൻ കന്നുകാലികളേക്കാൾ ഉൽപ്പാദനക്ഷമതയുള്ള ഇവ വിദേശ ജനുസ്സുകളേക്കാൾ രോഗപ്രതിരോധ ശേഷിയും സംസ്ഥാനത്തെ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയുമായി കൂടുതൽ പൊരുത്തപ്പെടാൻ ക്ഷമതയുള്ളവയുമാണ്. ഇവിടെ 67 പശുക്കളുണ്ട്. അതിൽ 41 കറക്കുന്നുണ്ട്. ബാക്കി 10-17 എണ്ണം ഗർഭിണിയാണ്. ഇവരുടെ ക്ലാരികൾ, കന്നുകുട്ടി, ഇങ്ങനെ പല വെറൈറ്റിയുണ്ട്. ഇതെല്ലാം ഇവിടെ പ്രത്യേകിച്ച് ആഹാരങ്ങളൊന്നും കൊടുക്കാറില്ല. പച്ചപ്പുല്ലും തീറ്റയും മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്, പെല്ലറ്റ് തീറ്റ. അത് 1 ലിറ്റർ പാലിന് 400 ഗ്രാം. ഈ 400 ഗ്രാം കണക്കാക്കിയാണ് തീറ്റ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ശരീരഭാരം അനുസരിച്ച് അഡിഷണൽ കൊടുക്കും. അഡിഷണൽ എന്ന് വെച്ചാൽ 250 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ 3 കിലോയും, 250 താഴെയാണെങ്കിൽ 2.5 കിലോ ഇത്രയും തീറ്റ കൊടുക്കാറുള്ളൂ. ഇവിടെ നാച്ചുറലായിട്ടുള്ള മാറ്റിങ്ങാണ് കൂടുതൽ നടക്കുന്നത്. ഇത് കാരണം ഇവിടെ പാൽ ഉൽപ്പാദനവും കന്നുകുട്ടികൾക്ക് അടുത്ത തലമുറയ്ക്ക് നല്ല ഈട് കിട്ടുന്നുണ്ട്. ഇവിടെ ഇൻബ്രീഡ് ആവാൻ അനുവദിക്കില്ല പ്രത്യേകിച്ച്. അപ്പോൾ നമ്മൾ ആ രീതിയിലെ കാളകളെ നമ്മളിവിടെ തയ്യാറെടുക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പക്ഷേ പാൽ ഉൽപ്പാദനം ഏതാണ്ട് 40 ലിറ്റർ പാല് കിട്ടുന്ന പശുക്കൾ വരെ ഇവിടെ ഉണ്ട്. 40, കുറഞ്ഞത് 18-17, ആദ്യത്തെ പ്രസവത്തിൽ തന്നെ 15-ന് മുകളിലുള്ളതുള്ളത്. കാരണം നല്ല രീതിയിലുള്ള ക്ലാരികളെയാണ് വളർത്തിയെടുക്കുന്നത്. ഏറ്റവും അധികം മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു രംഗമാണ് തൊഴുത്ത് നിർമ്മാണം. കന്നുകാലികളുടെ ആരോഗ്യത്തെയും ഉൽപ്പാദനത്തെയും പാലിൻ്റെ ഗുണമേന്മയെയും നിർണയിക്കുന്ന പ്രധാന ഘടകമാണ് തൊഴുത്ത്. യഥേഷ്ടം സൂര്യപ്രകാശവും വായുസഞ്ചാരവും ലഭിക്കുന്ന ഉയർന്ന മേൽക്കൂരയുള്ള തുറന്ന തൊഴുത്തുകളാണ് അഭിലഷണീയം. അകിടുവീക്കം പോലുള്ള രോഗങ്ങൾ തടയുന്നതിൽ ഇത് വളരെയധികം സഹായിക്കുന്നു.
നമ്മൾ എരുത്തിൽ വാഷ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ്, മെഷീനാണ്. ഇത് വെച്ച് വാഷ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വളരെ കുറച്ചേ വരത്തുള്ളൂ. അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വാഷ് ചെയ്യാൻ എത്ര അഴുക്കുണ്ടെങ്കിലും അടിച്ച് കളയാൻ പറ്റും. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്ലീൻ ആവും. കണ്ടോ, ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. വെള്ളം വളരെ കുറച്ച് മതി. ഇതുപോലെ ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കാൻ പറ്റും. 3/4 ഭാഗം എയറും 1/4 ഭാഗം വെള്ളവുമാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് വെള്ളം സേവ് ചെയ്യാൻ പറ്റും. ഒരുപാട് വെള്ളം സേവ് ചെയ്യാൻ നടക്കും. ഇതിൻ്റെ വരുന്ന വെള്ളം എത്രയാണ് ഇതിൽ ചിലവാകുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. വെള്ളം ഒരു ശകലം പോലും വേസ്റ്റ് ആവത്തില്ല. പിന്നെ നമുക്ക് കണ്ടോ, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത്രയും പവറിൽ അങ്ങ് പോകും. അത് ക്ലീൻ ചെയ്യാനായിട്ട് എത്ര അടുത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും എത്ര ഇതുള്ളതും അങ്ങ് പോകും. അഴുക്കാണെങ്കിൽ പോയി കിട്ടും. കണ്ടോ, തൊഴുത്തിനുള്ളിൽ പശുക്കൾക്ക് നിൽക്കാനുള്ള സ്ഥലത്തിൻ്റെ അളവിലും വ്യത്യസ്തത കണ്ടുവരുന്നു. 6 അടി നീളവും 4 അടി വീതിയുമുള്ള ഇടമാണ് ഒരു പശുവിനായി ഇപ്പോൾ നീക്കിവെക്കുന്നത്. ചാണകം പശുവിൻ്റെ ദേഹത്ത് പുരളാതെ പിന്നിലുള്ള 1 അടിയോളം വീതി വരുന്ന ചാണകച്ചാലിൽ തന്നെ വീഴാൻ വേണ്ടിയാണ് ഈ ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നത്. പശുക്കൾക്ക് കിടക്കാനായി റബ്ബർ മെത്തകൾ നൽകുന്നതും ഇന്ന് സാധാരണമാണ്. 6 അടി നീളവും 4 അടി വീതിയുമുള്ള കിടക്കകൾ സങ്കരയിനം പശുക്കൾക്കുണ്ടാകുന്ന സന്ധികളുടെയും കുളമ്പിൻ്റെയും തകരാറുകൾക്ക് ഒരു പ്രതിവിധിയാണ്. റബ്ബർ മെത്തകൾ ഉണ്ടെങ്കിലും പശുക്കളെ കുറച്ച് സമയമെങ്കിലും വ്യായാമത്തിനായി പുറത്തഴിച്ചു കെട്ടുന്നതാണ് അവയുടെ ആരോഗ്യത്തിനുത്തമം. അതിന് തോന്നുന്ന സമയത്ത് എണീറ്റ് കുടിക്കാനുള്ള വെള്ളം എപ്പോഴും ഏകദേശം അതിൻ്റെ മുമ്പിൽ ഉണ്ടാവണം. ചിലപ്പോൾ രാത്രിയിലൊക്കെ ഞാൻ 2 മണിക്കൊക്കെ ഞാൻ എരുത്തിൽ വരുമ്പോൾ 12 മണിക്ക് വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ എണീറ്റ് നിന്ന് കുടിക്കുന്നതാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേനൽ ടൈമിന് എൻ്റെ ഇത്രയും പശുക്കൾ കൂടി 1500 ലിറ്റർ വെള്ളം തോളം കുടിച്ച് തീർക്കും ഒരു ദിവസം. കാരണം രാത്രിയിൽ ഞാൻ വെള്ളം 1500 ടാങ്ക് നിറച്ചിട്ടാൽ പിറ്റേന്ന് രാവിലെ വരുമ്പം ഒരു ശകലം നേരം തുറക്കാൻ പോലും കാണില്ല, അതിന് മുമ്പ് തീരും. അപ്പോൾ അത്രയും ഇവർ കുടിച്ച് തീർക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടണം, യഥേഷ്ടം വെള്ളം കിട്ടണം. അതിന് ആര് തൊഴുത്തിൽ ചെയ്താലും ഇതേപോലെ ഇത് വാഷ് ചെയ്യാനുള്ള സംവിധാനം ഇതിൻ്റെ ഈ പൈപ്പിൻ്റെ അറ്റം വെളിയിലേക്ക് വിട്ടേക്കണം. അവിടെ ആ ബോൾ വെച്ച് സംവിധാനം ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമുക്ക് വാഷ് ചെയ്യാം. തുറന്ന് കളഞ്ഞിട്ട് അവിടെ വെള്ളം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൈപ്പിനകം മൊത്തം ക്ലീൻ ചെയ്യും. അതിനുള്ളൊരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. ശുദ്ധമായ കുടിവെള്ളം 24 മണിക്കൂറും പശുക്കൾക്ക് നൽകാനുള്ള സംവിധാനങ്ങൾ ഇന്ന് പല തൊഴുത്തിലുമുണ്ട്. പ്രത്യേകിച്ചും ചൂടുകാലത്ത് ഇതിൻ്റെ പ്രയോജനം വളരെയേറെയാണ്. ഞാൻ തീറ്റ കൊടുക്കുന്നത് ബിയർ വേസ്റ്റ് ഇറക്കിയിട്ടാണ് കൊടുക്കുന്നത്. ബിയർ വേസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതിന് ചവയ്ക്കാനായിട്ട് കുറച്ചുകൂടെ ഇത് കിട്ടും. അതുകൊണ്ട് അപ്പോൾ ഓരോന്നിലും ഇടുന്നതെന്ന് പറഞ്ഞാൽ ബിയർ വേസ്റ്റിൽ ചോളത്തിൻ്റെ പേസ്റ്റ്, ചോളത്തിൻ്റെ തോട്, ചോളത്തിൻ്റെ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. ഈ സാധനം ചോളത്തിൻ്റെ തോടാണ്. ചോളത്തിൻ്റെ തോട് ഇത് കൂടുതൽ ഇതിന് ചവയ്ക്കാനായിട്ടുള്ളൊരു ഇത് കഴിച്ചതിന് ശേഷം തെവിട്ടിയെടുത്ത് ചവച്ച് അതിനെ അയവിറക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടുതലാണ്. ഇത് ചോളത്തിൻ്റെ തോടുണ്ട്. ഇതാണ് ശരിക്കും ബിയർ വേസ്റ്റ്. ബിയർ വേസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇതാണ്. കോതമ്പാണ് സാധനം. ഈ കോതമ്പിനെ അവർ ഇത് പിഴിഞ്ഞ് ആദ്യത്തെ ഒരു ഇതെടുത്തിട്ട് വരുന്ന ഇതാണ്. ഇതും ഇതേ രീതിയിലുള്ളത് തന്നെ. നമ്മൾ മറ്റുള്ള തീറ്റ കൊടുക്കുന്നേക്കാൾ ഇതായിട്ട് ഇതിന് നമുക്കിത് കിട്ടും. നല്ല രീതിയിൽ ചവച്ചെടുക്കാനുള്ള കിട്ടും. അപ്പോൾ നമുക്ക് തീറ്റ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചോളത്തിൻ്റെ മാവ്, ഇത് ചോളത്തിൻ്റെ മാവാണ്. ഇത് പാല് കൂടുതലുണ്ടാവും. പക്ഷേ ഇതിലൊരു ചെറിയൊരു ദോഷമുണ്ട്, ഇത് കൂടുതൽ കൊടുക്കാൻ പാടില്ല. ഈ പാല് പേക്ക് ചെയ്യുന്ന പാർട്ടിക്കാർക്ക് ഒരു 10-60 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിന് പാലിനൊരു ചെറിയ സ്മെല്ല് വരും. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് കിട്ടും പാലിന്. ഇത് ഞാൻ ഓരോരുത്തർക്കും പാലിൻ്റെ അളവനുസരിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ കറവ വിട്ട് നിർത്തിയിരിക്കുന്നവർക്ക് ഇതിൽ നിന്നൊരു 2 കിലോ ഇത് തോട്, അതേപോലെ ബിയർ വേസ്റ്റും, പിന്നെ ഒരു 3/4 കിലോ പേസ്റ്റ്, 1 കിലോയ്ക്ക് താഴെ പെല്ലറ്റും. അത് ഈ കറവ വിട്ട് നിൽക്കുന്നതിന്. കറവ ഉള്ളതിന് 15-ന് മേളിലോട്ടുള്ളതിന്
ഈ ഒരു 3 കിലോയോളം പെല്ലറ്റ് കൊടുക്കും. അതേ അളവ് സാധനം അളവുകൾ മറ്റുള്ളതെല്ലാം ഒരേപോലെ തന്നെ, പക്ഷേ ഈ പെല്ലറ്റിൽ മാത്രം ഒരു ചെറിയ വാല്യുവേഷൻ വരുത്തി. ഇത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ് പ്രധാന കാരണം. കാരണം ഒരു കാരണവശാലും നനയാൻ പാടില്ല. നനഞ്ഞാൽ ഇത് ക്രമിക്കും. ഞാൻ ഉപ്പിട്ടാണ് പാക്ക് ചെയ്യുന്നത്, മഞ്ഞപ്പൊടി ഇടില്ല. ഞാൻ ഉപ്പ് മാത്രം ഇട്ടാണ് പാക്ക് ചെയ്യുന്നത്. ഇത് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു 13-14 ദിവസം വരെ ഒരു കേടും വരാതെ ഇരിക്കും. ഡ്രമ്മിൽ തന്നെ വെക്കുന്നതിന് ടാങ്ക് കെട്ടിയിടാനാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ അതിനേക്കാൾ സേഫ്റ്റി ഇതാണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ടാണ്. ചാക്കിൽ കെട്ടി വെച്ചാൽ ക്രമിക്കും, ഹോൾ വീണാൽ ക്രമിക്കും. കാലിത്തീറ്റയ്ക്ക് അധിക ചിലവ് വരുന്നതിനാൽ തീറ്റയുടെ ശാസ്ത്രീയമായ ഉപയോഗത്തിലാണ് കറവപ്പശു വളർത്തലിൻ്റെ വിജയം. ശരീരത്തിൻ്റെ വളർച്ച, നിലനിൽപ്പ്, ഉൽപ്പാദനം, പ്രത്യുൽപാദനം, രോഗപ്രതിരോധം, മറ്റു ശരീരധർമ്മങ്ങൾ എന്നിവ ആഹാരത്തെ അടിസ്ഥാനമാക്കിയാണ്. വില കൂടിയ പിണ്ണാക്കുകളുടെ സ്ഥാനത്ത് ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ബൈപ്പാസ് പ്രോട്ടീൻ തീറ്റ ഇന്ന് മിക്ക കർഷകരും ഉപയോഗിക്കുന്നു. അതോടൊപ്പം അന്നജത്തിൻ്റെ സ്രോതസ്സായ ചോളം, കുവരക്, മരച്ചീനി, പുളിങ്കുരു, ഗോതമ്പ് തവിട് എന്നിവയും പ്രചാരത്തിലുണ്ട്. പാരമ്പര്യേതര തീറ്റവസ്തുക്കളായ ബിയർ വേസ്റ്റ്, സ്റ്റാർച്ച് വേസ്റ്റ്, ചോളത്തിൻ്റെ വേസ്റ്റ്, ഉഴുന്നിൻ്റെ തോട്, സോയാ തവിട് എന്നിവയും ലഭ്യമായ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. താറാവുണ്ട്, അരയണ്ണമുണ്ട്, വാത്ത, പിന്നെ നാടൻ പശുക്കളുണ്ട്, പിന്നെ ആട് അത് കാണാം. ഇങ്ങനെ പല വെറൈറ്റി ഇതുമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വിജയം എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന ഈ പച്ചപ്പുല്ലാണ് ഏറ്റവും നമുക്ക് വിജയ സാധ്യതകളുള്ളത്. അതുകൊണ്ട് വയ്ക്കോല്ലെന്ന് വന്ന് ഇല്ല എങ്കിൽ നമുക്ക് ഷോർട്ടേജ് വന്നാൽ പേടിക്കേണ്ട കാര്യമില്ല. ഒരു ജോലിക്കാരെ ഹിന്ദിക്കാരെ വിളിക്കും, അവരെ നിർത്തും, പണിയെടുക്കും. ഏതാണ്ട് ഒരു 6 ഏക്കറോളം ദൂരം പച്ചപ്പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട്. 6 ഏക്കർ എന്ന് വെച്ചാൽ റെയിൽവേ ട്രാക്ക് തന്നെ ഏതാണ്ട് ഒരു 3.5-4 ഏക്കറോളം റെയിൽവേ ട്രാക്കാണത്. ഇതിൽ നമ്മൾ അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ സഹകരണമുണ്ട്. വള്ളിച്ചൽ പഞ്ചായത്തുകാർ അവർ പുറമ്പോക്ക് ഭൂമികൾ തരാമെന്ന് ഇങ്ങോട്ടാണ് പറഞ്ഞിരിക്കുന്നത് പുൽകൃഷി ചെയ്യാൻ. അയവെട്ടുന്ന മൃഗങ്ങളുടെ ദഹന പ്രക്രിയയ്ക്ക് ധാരാളം നാരുള്ള തീറ്റ ആവശ്യമാണ്. പുല്ല്, വൈക്കോൽ എന്നിവയിൽ ധാരാളം നാരടങ്ങിയിട്ടുണ്ട്. തീറ്റപ്പുൽ കൃഷിക്ക് പശു ഒന്നിന് ശരാശരി 10 സെന്റ് നീക്കിവയ്ക്കുന്ന ക്ഷീരകർഷകർ ധാരാളമുണ്ട്. ഗിനിപ്പുല്ല്, കോങ്കോ സിഗ്നൽ, നേപ്പിയർ തുടങ്ങിയ പുല്ലിനങ്ങളാണ് കൃഷി ചെയ്യാറുള്ളത്. പുല്ല് മുറിച്ചു നൽകുവാനായി ചാഫ് കട്ടർ ഉപയോഗിക്കുന്നതിലൂടെ ദഹന പ്രക്രിയ സുഗമമാക്കാനും തീറ്റ പാഴാകുന്നത് കുറയ്ക്കുന്നതിനും സാധിക്കുന്നു. ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം ഇവിടെ എടുത്തൊഴിച്ചു കഴിഞ്ഞാലും അത് നേരെ ബയോഗ്യാസിൽ പോയിട്ടേ പുറത്തു പോവുള്ളൂ. അത് ബയോഗ്യാസിൽ പോയിട്ട് പോകുന്നതിന് പ്രധാന പ്രത്യേകതകളുണ്ട്. കൊതുകുണ്ടാകത്തില്ല, അതിൽ നിന്ന് വരുന്ന സ്ലറിയിൽ നിന്ന് കൊതുകുണ്ടാകത്തില്ല. പിന്നെ നമ്മളെ ശല്യം ചെയ്യുന്ന യാതൊരുവിധ കീടങ്ങളും അതിലുണ്ടാകത്തില്ല ബയോഗ്യാസിൽ വന്നിട്ട് പോകുന്നതിന്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഈ കുളിപ്പിക്കുന്ന വെള്ളം പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. വലുതല്ല, എൻ്റെത് 3 കുബിക്കാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാ വേസ്റ്റും ഞാൻ അതിനകത്ത് ചാണകം കുറച്ചേ വിടുന്നുള്ളൂ. ബാക്കിയുള്ളത് മൊത്തം ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ട് വേറെ എൻ്റെ കൃഷി ആവശ്യത്തിനും എടുക്കും, ബാക്കി ഞാൻ സെയിൽ ചെയ്യുകയും ചെയ്യും. തൊഴുത്തിനോട് ചേർന്ന് ബയോഗ്യാസ്, മണ്ണിര കമ്പോസ്റ്റ് എന്നിവ നിർമ്മിക്കുന്നതിനോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ പഞ്ചഗവ്യം, ചാണകവറളി എന്നിവയും നിർമ്മിക്കുന്ന നിരവധി കർഷകരുണ്ട്. പരിസര മലിനീകരണം ഒഴിവാക്കുന്നതിന് ഇത് അനിവാര്യമാണ്. ഗോമൂത്രം, പശുക്കളെ കുളിപ്പിക്കുന്ന വെള്ളം എന്നിവ കെട്ടിക്കിടക്കാതെ സ്ലറി പമ്പ് ഉപയോഗിച്ച് പുൽകൃഷിക്ക് പ്രയോജനപ്പെടുത്തുന്നവരാണ് ഇന്ന് ധാരാളം പേർ. ശാസ്ത്രീയ പരിചരണത്തിൽ ഏറ്റവുമധികം ശ്രദ്ധിക്കേണ്ട കാര്യം കറവയാണ്. വൃത്തിയുള്ള തൊഴുത്തും ശാസ്ത്രീയമായ കറവയും അകിട് രോഗത്തെ അകറ്റി നിർത്തുന്നു. കറവയുടെ സമയത്ത് പരിപൂർണ ശുചിത്വം പാലിക്കുന്നത് വൃത്തിയുള്ള പാലുൽപാദനത്തിനും പശുവിൻ്റെ ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. അകിട് നേർത്ത പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി കൊണ്ട് കഴുകി വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് തുടയ്ക്കണം. കറവയ്ക്ക് ശേഷം മുലക്കാമ്പുകൾ പോവിഡോൺ അയഡിൻ ലായനിയിൽ മുക്കുന്നത് അകിട് വീക്കം വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു.
ഞാനിത് ഒരു ദിവസം 4 പ്രാവശ്യം കുളിപ്പിക്കും. രാവിലെ 3:30-ക്ക് കുളിപ്പിച്ചതിന് ശേഷം മാത്രമേ തീറ്റി കൊടുത്തിട്ട് കറക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പാലിൻ്റെ അംശമൊക്കെ തറയിൽ വീഴുന്നതുകൊണ്ട് ഒരു സ്റ്റെപ്പ് കൂടെ വെള്ളം അടിച്ച് പോകും. തേക്കുന്ന ഒറ്റ പ്രാവശ്യം തേക്കും, ബാക്കി വെള്ളം അടിക്കും. പിന്നെ ഉച്ചയ്ക്ക് ഇനി ഒരു 7 മണിക്ക് 7 മണിക്കും കൂടെ അങ്ങ് വാഷ് ചെയ്തവരെ നനച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിടന്ന് അയ വെട്ടി കിടന്നോളും. കറവ മെഷീൻ ഉപയോഗിച്ചാണ് 10 എണ്ണത്തിന് രാവിലെ ഞാൻ മാത്രം കറക്കും. ഉച്ചയ്ക്ക് ഞാൻ മെഷീൻ ഉപയോഗിക്കില്ല. കറക്കാൻ ആളുണ്ട്, പുള്ളി കറന്നോളും. കാരണം അല്ല, രണ്ടും ഇതായിട്ട് പോകും. ഒരുപക്ഷേ നമുക്ക് കറണ്ട് ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അപ്പോഴും നമ്മളൊരു കറവക്കാരനെ വിളിക്കാൻ പോയാൽ കിട്ടത്തില്ല. ഇത്രയും പശുവിനെ ഒരുമിച്ച് കറയുടെയെന്ന് പറഞ്ഞാൽ അവൻ കറക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാളെ ഞാൻ പുറത്തുനിന്ന് വെച്ചേക്കാണ്. ഞാൻ നോക്കുന്നുണ്ട്, ഒരു ജനറേറ്റർ എടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ കുറേശ്ശെ കൂടെ ഇതോട്ട് കൊണ്ടുവരും. കറവ യന്ത്രത്തിന്റെ ഉപയോഗം ഇന്ന് പ്രചാരത്തിലായി കഴിഞ്ഞു. അത്യുൽപാദന ശേഷിയുള്ള 10 പശുക്കളുള്ള ഒരു യൂണിറ്റിന് കറവ യന്ത്രം ലാഭകരമായി ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മൾ പ്ലാസ്റ്റിക് പേപ്പറിലേക്ക് പാക്ക് ചെയ്യുന്നത് ഇങ്ങനെ എടുത്തിട്ട്, ഇതിനിപ്പം പുറവും അകവും ക്ലീനാണ്, പുതിയ സാധനമാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊരു വാഷിങ് അകം കൂടി നമുക്കും കൂടെ മനസ്സിന് തൃപ്തി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നത്. അതായത് ഇത്ര ഒരു കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു, ഇതിനകത്തോട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ, ഇവിടെ മെഷീനിലൊരു ചവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അകം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനെ വെളിയിലോട്ട് വെച്ച് നോക്കിയാൽ അറിയാം, ഇതിൽ വെള്ള പൗഡർ പോലെ ഒരു പൊടി ഉണ്ടാവും. അപ്പോൾ അത് അകത്തേക്ക് പോകണില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. നമ്മൾ ഉറപ്പ് വരുത്തിയ ശേഷം ഇപ്പോൾ അത് ഫ്രീ ആയിട്ടുണ്ട്. സപ്ലൈ കൊടുത്തിട്ട് നമ്മളത് കറക്റ്റായിട്ട് പിടിച്ചു വെച്ചിട്ട് ഒരു ചവിട്ട് കൊടുത്തിട്ട് അടിയിൽ നിന്ന് പിടിക്കുമ്പോഴത്തേക്ക് ഓക്കെ ആയി കഴിഞ്ഞു, സീലായി കഴിഞ്ഞു. ഇനി നമ്മൾ പാല് അളന്നാണ് ഒഴിക്കുന്നത്. കറക്റ്റായിട്ട് 1/2 ലിറ്റർ പാല് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞതാ ഇത്രയും കറക്റ്റാക്കി വെച്ചിട്ട് ഒരടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പാക്കിംഗ് ആയി. ഇപ്പം ഞാൻ കയറ്റിയത് ഒരു 40 കവറോളം എനിക്ക് അടിക്കാനായിട്ടുള്ള കവറാണ് ഞാൻ കയറ്റിയിരിക്കുന്നത്. ഇത് അപ്പോൾ എപ്പോഴും ഓരോന്നോരോന്നായിട്ട് വെച്ച് അടിക്കണ്ട, ഇത് അങ്ങനെ അടിക്കാൻ പറ്റും. എനിക്കൊരു ദിവസം ഇപ്പോൾ രാവിലെയും വൈകുന്നേരമായിട്ട് 200 പാക്കറ്റ് ഞാൻ സെയിൽ ചെയ്യുന്നു. സ്വന്തമായ പാൽ വിപണന രീതികൾ അവലംബിക്കുന്ന നിരവധി കർഷകരും ഇന്ന് കേരളത്തിലുണ്ട്. കറന്നെടുത്ത പാൽ തനിമ നഷ്ടപ്പെടാതെ ഉയർന്ന വിലയ്ക്ക് വിറ്റഴിക്കുന്ന രീതിയാണിത്. പാലിനെ കൂടാതെ പാലുൽപ്പന്നങ്ങളായ തൈര്, നെയ്യ് എന്നീ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ ലാഭം നേടുന്നവരും ഈ രംഗത്തുണ്ട്. ചുരുക്കത്തിൽ, നൂതന ശാസ്ത്രീയ രീതികൾ അവലംബിച്ച് സ്വന്തം ഇച്ഛാശക്തിയിലൂടെ മുന്നേറുന്ന ഒരു കൂട്ടം ക്ഷീര കർഷകർ നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷ ലക്ഷ്യമിട്ട് മൃഗസംരക്ഷണ ക്ഷീരമേഖലകളിൽ നടപ്പിലാക്കുന്ന ഗ്രാമരശ്മി, ക്ഷീരഗംഗ, ജീവരേഖ, പശുഗ്രാമം തുടങ്ങിയ പദ്ധതികളിലൂടെ ഈ രംഗത്ത് കൂടുതൽ മുന്നേറ്റം നടത്തുവാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ക്ഷീര കർഷകർ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നീര കേരളപ്പിറവി ദിനത്തിൽ ക്ഷീരവികസന വകുപ്പ് ധനസഹായം നൽകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. നാളികേര കർഷകർ വലിയ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന കാർഷിക സർവകലാശാലയുടെ നീര ബ്രാൻഡ് കേരളപ്പിറവി ദിനമായ നവംബർ 1 പുറത്തിറക്കാൻ കഴിയുമെന്ന് കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ അറിയിച്ചു.
ഇതിനുവേണ്ടിയുള്ള മാസ്റ്റർ ടെക്നീഷ്യന്മാരുടെ പരിശീലനം പീലിക്കോട് മേഖലാ ഗവേഷണ കേന്ദ്രത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. കാസർഗോഡ്, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നും 10 പേർ വീതം പരിശീലനത്തിൽ പങ്കെടുക്കുന്നു. പരിശീലനം നേടിയ മാസ്റ്റർ ടെക്നീഷ്യന്മാർ മറ്റു ജില്ലകളിലുള്ളവരെ പരിശീലിപ്പിക്കും. സംസ്ഥാനത്തെ 18 കോടിയോളം തെങ്ങുകളുടെ 1% നീര ഉൽപ്പാദനത്തിന് ഉപയോഗിച്ചാൽ പോലും വർഷം 4000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. കൊല്ലം കുരീപ്പുഴ ടർക്കി ഫാമിൽ എല്ലാ വ്യാഴാഴ്ചയും 60 രൂപ നിരക്കിൽ ഒരു ദിവസം പ്രായമായ ലാർജ് വൈറ്റ്, ബ്രൗൺസ് എന്നീ ഇനങ്ങളിലെ ടർക്കി കോഴിക്കുഞ്ഞുങ്ങളെ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474 279 9222. പുതിയ നടീൽ വസ്തുക്കൾ, നടീൽ രീതികൾ, വളപ്രയോഗം, കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമുള്ള പരിരക്ഷ, വിളവെടുപ്പ്, റെയിൽ ഗാർഡിംഗ്, റബ്ബർ പാൽ സംസ്കരണം എന്നീ വിഷയങ്ങളിൽ ഒക്ടോബർ 21 മുതൽ 25 വരെ റബ്ബർ ബോർഡ് കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശീലനം നടത്തുന്നു. ഫീസ് 1500 രൂപ. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ ഫീസ് ഇളവിൽ 50% ലഭിക്കും. റബ്ബർ ഉൽപാദക സംഘത്തിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് 25% ഫീസ് ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 0481 235 1313. മറ്റൊരു നമ്പർ 0481 235 3127. ഡയറി ഫാം തുടങ്ങുന്നതിനാവശ്യമായ കറവയന്ത്രം, സ്പ്രിംഗ്ലർ, റബ്ബർ മാറ്റ്, ഫാൻ, സ്ലറി പമ്പ്, ബയോഗ്യാസ് പ്ലാന്റ്, എയർ കംപ്രസർ, ക്രീം സെപ്പറേറ്റർ തുടങ്ങിയവയ്ക്ക് ധനസഹായം ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2 പശു അടങ്ങിയ യൂണിറ്റിന് 30,000 രൂപയും 5 പശു അടങ്ങുന്ന യൂണിറ്റിന് 80,000 രൂപയും 10 പശു അടങ്ങിയ യൂണിറ്റിന് 1,50,000 രൂപയുമാണ് സബ്സിഡി. കറവയന്ത്രത്തിന് പരമാവധി 22,500 രൂപയാണ് സബ്സിഡി തുക. താൽപ്പര്യമുള്ള കർഷകർ ജില്ലാ ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഉമ്മന്നൂർ കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന കർഷകർക്ക് നെൽവിത്തും കൃഷിച്ചെലവും ഉൾപ്പെടെ കരനെൽ കൃഷിക്ക് ഹെക്ടറിന് 7,500 രൂപ സബ്സിഡി നൽകുന്നു. ഉമയാണ് നെൽവിത്ത്. ഒപ്പം മിനിമം 20 സെന്റിന് പച്ചക്കറി കൃഷി ചെയ്യുവാൻ കർഷക ഗ്രൂപ്പുകൾക്ക് സബ്സിഡി ലഭിക്കും. കുറഞ്ഞത് 5 ഹെക്ടറിൽ പച്ചക്കറി കൃഷി നടത്തുന്ന സംഘാംഗങ്ങൾക്ക് 7,500 രൂപയും സബ്സിഡി ലഭിക്കും. താൽപ്പര്യമുള്ള കർഷകർ സെപ്റ്റംബർ 30 മുമ്പ് കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേന്ദ്ര നാളികേര വികസന ബോർഡ് സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 5 വരെ കൊല്ലം YMCAയുടെ പുല്ലിച്ചിറ ക്യാമ്പ് സെന്ററിൽ സൗജന്യ തെങ്ങുകയറ്റ പരിശീലനം നടത്തുന്നു. താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0474 274 4694. മറ്റൊരു നമ്പർ 9847 43 8317. വയനാട് MS സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ മാസത്തിൽ 35 വയസ്സിന് താഴെയുള്ളവർക്കായി സൗജന്യ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 4, 5 തീയതികളിൽ നഴ്സറി പരിശീലനം, 9, 10 തീയതികളിൽ കൃത്വത കൃഷി, 18, 19 തീയതികളിൽ കൂൺ കൃഷി, 23, 24 തീയതികളിൽ മൂല്യവർദ്ധനവ് എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446 47 2566. ക്ഷീരവികസന വകുപ്പ് മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സഹകരണത്തോടെ ഈ മാസം 28-ന് കോട്ടമുറി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വെച്ച് ക്ഷീര കർഷക സംഗമം നടത്തുന്നു. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 17,800 രൂപ, RSS 5 17,300 രൂപ, വെളിച്ചെണ്ണ ക്വിൻ്റലിന് 8,500 രൂപ, കൊപ്ര 6,100 രൂപ, കുരുമുളക് 42,200 രൂപ, നാളികേരം തൊണ്ടോട് കൂടിയത് 1000-ന് 6,000 രൂപ, തൊണ്ടില്ലാതെ 5,600 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ
ഗാബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 42,200 രൂപ, അൺഗാബിൾഡ് കുരുമുളക് 40,200 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 39,500 രൂപ, വയനാടൻ കുരുമുളക് 40,000 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് 5,900 രൂപ, തളിപ്പറമ്പ് 5,300 രൂപ, കാസർഗോഡ് 5,000 രൂപ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കണ്ണൂരിൽ 8,735 രൂപ, കോട്ടയത്ത് 8,700 രൂപ, ആലപ്പുഴയിൽ 8,250 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.8, 24. കൊച്ചി 31.6, 23. ആലപ്പുഴ 31.3, 24.9. പുനലൂർ 33.4, 22.5. തിരുവനന്തപുരം 32.5, 25.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.